ഒരു സിനിമ ഇറങ്ങി 16 വർഷം കഴിഞ്ഞിട്ടും അതിന്റെ ലൊക്കേഷനും തേടി ഇന്നും ആരാധകർ വരുന്ന ഒരു സ്ഥലം നമ്മുടെ ആലപ്പുഴയിലുണ്ട്. ഗൗതം മേനോൻ സംവിധാനം ചെയ്ത വിണ്ണെ താണ്ടി വരുവയിൽ കാർത്തിക് ജെസ്സിയെ തേടിയെത്തിയ പുളിങ്കുന്ന് സെന്റ് മേരീസ് ഫൊറോന ചർച്ചിലാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. പമ്പയാറിന്റെ തീരത്തുള്ള അതിമനോഹരമായ ഈ ദേവാലയത്തിന് ഏകദേശം 500 വർഷത്തിന്റെ ചരിത്രം പറയാനുണ്ട്. കുട്ടനാട്ടിലെ ആദ്യകാല ക്രിസ്ത്യാനികൾ കുർബാനയ്ക്ക് പോയിരുന്നത് നിരണം പള്ളിയിൽ ആയിരുന്നു. പിന്നീട് പുളിങ്കുന്നിൽ ക്രിസ്ത്യാനികളുടെ എണ്ണം കൂടിയപ്പോൾ ഇവിടെ ഒരു പള്ളി പണിയാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അന്നത്തെ ക്രിസ്ത്യൻ നേതാവായിരുന്ന ചാക്കാല ഈപ്പൻ തരകനായിരുന്നു അതിനുള്ള മേൽനോട്ടം വഹിച്ചത്. അദ്ദേഹം പ്രദേശത്തെ ഭരണാധികാരിയായിരുന്ന വടക്കങ്കൂർ കോയിക്കൽ തമ്പുരാനെ സമീപിച്ച് പള്ളി നിർമ്മിക്കാൻ അനുമതി വാങ്ങുകയും ഇവിടെ താമസിച്ചിരുന്ന അരയ സമൂഹത്തെ മറ്റൊരിടത്തേക്ക് മാറ്റിപ്പാർപ്പിച്ച് പള്ളിയുടെ പണികൾ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ 1450 ആദ്യമായി ഇവിടെ ഒരു പള്ളി സ്ഥാപിതമായി. പിന്നീട് 4 തവണയോളം ഈ പള്ളി പുതുക്കി പണിഞ്ഞിട്ടുണ്ട്. പോർച്ചുഗീസ് ആർക്കിടെക്ട് സ്റ്റൈലിൽ ഇപ്പോൾ കാണുന്ന രൂപത്തിലേക്ക് ഈ പള്ളി മാറിയത് 1855-ലാണ്. സൗണ്ട് തോമ, നരിവേട്ട തുടങ്ങിയ കുറേയേറെ സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ പള്ളിയുടെ ഉൾഭാഗത്തിന്റെ നിർമ്മാണമൊക്കെ അതിമനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇരുമ്പ് ഗോവേണിയും തടികൊണ്ടുള്ള കുമ്പസാരക്കൂടും അടക്കം ഒട്ടനവധി പഴയ വസ്തുക്കളും രേഖകളും ഈ പള്ളിയിൽ സംരക്ഷിക്കുന്നുണ്ട്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള പുളിങ്കുന്ന് വലിയ പള്ളിയിലെ പെരുന്നാൾ എല്ലാ വർഷവും സെപ്റ്റംബർ 8-നാണ് നടക്കുന്നത്. ആലപ്പുഴ കാണാൻ വരുമ്പോൾ ഈ പള്ളിയും കൂടി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. കാരണം ടൗണിൽ നിന്ന് 17 കിലോമീറ്റർ മാത്രമേ ഇങ്ങോട്ടേക്ക് ദൂരമുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു ലൊക്കേഷൻ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.